السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭംഗിയായി ബലിപെരുന്നാളിനെ ആഘോഷിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഓർക്കാതെ നമുക്ക് വിട്ടുകളയാൻ കഴിയാത്ത ചിലരുണ്ട് ലോകത്തും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും. ഒന്ന്, ഫലസ്തീനിലെ ഒരു വേള ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും കിടുകിടാ വിറക്കുന്ന പിഞ്ചോമനകളുടെ ആ മുഖങ്ങളെ ഓർക്കാതെ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുക സാധ്യമല്ല. രണ്ടാമത്തേത്, ഈ പള്ളിയിൽ എത്താൻ കഴിയാത്ത കുടുംബത്തിലുള്ള രോഗികളുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗത്തെ നീ ശിഫയാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഭൂമിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ താഴെയായി ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സുഹൃത്തുക്കളെ, എന്തും ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പ്രസവിച്ചതും ഗർഭം ധരിച്ചതും എന്തിനേറെ തന്റെ കുഞ്ഞിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട അവന്റെ രഹസ്യാവയവത്തെ ചേലാകർമ്മം ചെയ്യുന്നത് പോലും മംഗളങ്ങളാക്കി തീർക്കുന്ന അർത്ഥശൂന്യമായ ആഘോഷങ്ങൾ നിലനിൽക്കുന്ന, തിന്മയുടെയും ചൂഷണത്തിന്റെയും ആഘോഷങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്ത് ഇസ്ലാമിന്റെ രണ്ട് ആഘോഷങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുമാണ്. സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഐക്യത്തിന്റെ, തുല്യതയുടെ വല്ലാത്ത സന്ദേശങ്ങൾ വിളിച്ചോതിക്കൊണ്ട് ഗ്രൂപ്പുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ദേശഭാഷ വർഗ വ്യത്യാസങ്ങളില്ലാതെ അവക്കെല്ലാം അതീതമായി എല്ലാവർക്കും അനുവദിക്കപ്പെട്ട ആഘോഷമായിട്ടാണ് ഈദുൽ ഫിത്റിനെയും ഈദുൽ അദ്ഹയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബാക്കിയുള്ള ആഘോഷങ്ങളിൽ നിന്ന് ഈദുൽ ഫിത്റിനെയും ഈദുൽ അദ്ഹയെയും വേർതിരിച്ച് നിർത്തുന്നത് എന്താണെന്നോ, ഇത് തിന്മ മുക്തമാണ്, ചൂഷണമുക്തമാണ്. അതുകൊണ്ട് തന്നെ പടക്കങ്ങൾ പൊട്ടിക്കേണ്ട ആവശ്യം മുസ്ലിം സമുദായത്തിന് ഇല്ല. മാത്രമല്ല, ധൂർത്തിന്റെ ആവശ്യകത ഇസ്ലാം സമൂഹത്തിന് ഇല്ല. എല്ലാ ദിവസങ്ങളും ഹറാമുള്ളത് പോലെ തന്നെ ഇന്ന് ഹലാലാക്കേണ്ട ആവശ്യം മുസ്ലിം സമുദായത്തിന്റെ ആഘോഷങ്ങൾക്കില്ല. അങ്ങനത്തെ ആഘോഷിക്കുന്ന മുസ്ലിം സമുദായത്തെ അരികുവൽക്കരിക്കാൻ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്ന മഹല്ല് ഭാരവാഹികൾക്ക് കഴിയേണ്ടതുണ്ട്. അതെ, ഹേയ്, ഇന്നെന്താ സ്പെഷ്യൽ എന്ന ചോദ്യം പെരുന്നാളിന്റെ സുദിനത്തിലെ ഒരു സ്പെഷ്യലാണ് എങ്കിൽ ഇന്നത്തെ സ്പെഷ്യൽ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അടുക്കളയിൽ ഒരുക്കുന്ന
വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളല്ല, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ ധരിച്ച പുത്തനുടുപ്പുകളല്ല. ഇതൊന്നുമല്ല ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നത്തെ സ്പെഷ്യൽ 3 എണ്ണമാണ്. അതിലൊന്ന് നമ്മൾ നിർവഹിച്ച നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദീർഘമായി നമസ്കരിച്ചത്. ഇത് വേറൊരു ദിവസത്തിലുമില്ല. ആദ്യത്തെ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളുമുള്ള അതേ വല്ലാത്ത ഒരു ആരാധനയാകുന്ന നമസ്കാരമാണ് ഇന്നത്തെ ഒന്നാമത്തെ സ്പെഷ്യൽ. രണ്ടാമത്തെ സ്പെഷ്യൽ ഉളുഹിയ്യത്താണ്, ബലി അറുക്കലാണ്. അതുകൊണ്ട് തന്നെ കൂട്ടരെ, ബാക്കി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഉളുഹിയ്യത്തിന്റെ ചാരത്ത് നമ്മൾ ഉണ്ടാകണം. അതിന് ഉരുവിൽ ഷെയർ ചെയ്ത ആളുകൾ ഷെയർ സ്വന്തമാക്കി എല്ലാറ്റിനും മുൻപന്തിയിൽ നിൽക്കാൻ, അറവിന്റെ സ്ഥാനത്ത്, അത് തൂക്കുന്ന സ്ഥാനത്ത്, അത് വിതരണം ചെയ്യുന്ന സ്ഥാനത്ത് എല്ലായിടത്തും മുൻപന്തിയിൽ നിൽക്കണം. കാരണം ഇന്നത്തെ സ്പെഷ്യൽ ഉളുഹിയ്യത്താണ്. ഷെയർ കൂടാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ആരാധനയുടെ ഭാഗമാക്കാൻ അവസരമുണ്ട്. എല്ലാറ്റിലും മുൻപന്തിയിൽ നിൽക്കാൻ, വേറെ ഒരു ലാഭേച്ഛയുമില്ലാതെ, പരലോകമാകുന്ന റബ്ബിന്റെ സ്വർഗമല്ലാതെ വേറെ ഭൗതികമായ തുച്ഛമായ ചില ലാഭേച്ഛകളൊന്നും ബാക്കി വെക്കാതെ പടച്ച റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ആ പരിസരത്ത് നമ്മുടെ മഹല്ലിലെ ഓരോ പുരുഷന്മാരും ഉണ്ടാവണം. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. മൂന്നാമത്തെ സ്പെഷ്യൽ കൂട്ടരെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീറിന്റെ ധ്വനി അത് ഇന്നത്തെ സ്പെഷ്യലായി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ തക്ബീറിനെ ജീവിതത്തിൽ പച്ചയായി ഉൾക്കൊണ്ട് ജീവിച്ച മഹാനായ അബുൽ അംബിയാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, സാറാ ഹാജറ ഭാര്യമാരുടെ പ്രിയതമൻ, ഇസ്ഹാഖ് ഇസ്മായിലിന്റെ പ്രിയപ്പെട്ട പിതാവ്, അതേ ലോകത്തിന്റെ മുമ്പിൽ ഉമ്മത്തെന്ന് ഒരു മഹാസംഭവമാണെന്ന് ഇസ്ലാം വിശദീകരിച്ച, പടച്ച റബ്ബ് സർട്ടിഫൈ ചെയ്ത മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ തക്ബീറിന്റെ പച്ചയായ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹു വലിയവൻ എന്നല്ല, അല്ലാഹു കബീർ എന്നല്ല, അല്ലാഹുവാണ് വലിയവൻ എന്നല്ല പഠിപ്പിച്ചത്. അല്ലാഹു അക്ബർ, അല്ലാഹു മാത്രമാണ് ഏറ്റവും വലിയവൻ. അവനാണ് ഏറ്റവും വലിയവൻ, എല്ലാവർക്കും മുകളിൽ നിൽക്കുന്നവൻ അവനാണെന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ധ്വനിയിൽ എന്ന സന്ദേശം മുസ്ലിം സമുദായമേ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ, ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ വ്യക്തമായി അത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വന്ധ്യയായ വൃദ്ധയായ ഇസ്ഹാഖിന്റെ ഉമ്മ സാറാ ബീവി ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജന്മം നൽകിയത് ഒരു സ്വാഭാവികമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭൗതികമായി ഇടപെട്ടതാണ്. ഇന്നേ വരെ തീക്ക് ചൂടല്ലാത്ത തണുപ്പ് നമുക്കാർക്കും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ അതാ തീക്ക് തണുപ്പേകുന്നു. യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ ശാന്തിയേകണം, തണുപ്പേകണം. അതെ, ഇന്നേ വരെ അത് ആവർത്തിച്ചിട്ടില്ല, ആദ്യകാലത്ത് ഉണ്ടായിട്ടുമില്ല. എങ്കിൽ അള്ളാഹു അഭൗതികമായി ഇടപെടാൻ കഴിവുള്ളവനാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിവുള്ള ഒരു റബ്ബ് നമ്മുടെ മുകളിൽ ഉണ്ടെന്ന തിരിച്ചറിവിൽ നിന്ന് ഏതു വമ്പനെയും താഴെ ഇറക്കാനും, ഏതു വമ്പനെയും തൂക്കുഭരണത്തിൽ കയറ്റാനും, ഏതു വമ്പനെയും ഒരു വേള മുക്കി നശിപ്പിക്കാനും കഴിവുള്ള ഒരു പടച്ച റബ്ബ് നമുക്കുണ്ടെന്ന തിരിച്ചറിവ് മുസ്ലിം സമുദായത്തിന്റെ മനസ്സകങ്ങളിലേക്ക് സമ്മാനിക്കുന്ന തക്ബീറിന്റെ ധ്വനികളാണ് ഇന്നത്തെ വല്ലാത്ത പ്രത്യേകത എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ചില ആളുകൾ താൻ പോരിമയിലാണ്. അല്ലാഹു അക്ബർ ആണ് എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയാത്ത ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നുണ്ട് കൂട്ടരെ. അവർ ചില ആളുകളുമായി പിണക്കത്തിലാണ്, കൂടപ്പിറപ്പുകളുമായി പിണക്കത്തിലാണ്, പാർട്ണറുമായി പിണക്കത്തിലാണ്, നാട്ടിലെ സംഘടനകളുമായി പിണക്കത്തിലാണ്, മറ്റുള്ളവരെ അയൽവാസികളുമായി ബന്ധപ്പെടുന്നില്ല. കാരണം ഞാനാ വലിയവൻ, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാനല്ലേ നാട്ടിലെ പ്രമാണി, ഞാനല്ലേ സമ്പന്നൻ, ഞാനല്ലേ ഇച്ഛ, അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന ഈഗോയുണ്ടല്ലോ, എന്ന താൻ പോരിമയുണ്ടല്ലോ, അത് മുറിച്ചു കളഞ്ഞ് അവിടെ വിനയത്തിന്റെ വിത്ത് പാകേണ്ട അല്ലാഹു അക്ബർ എന്ന ധ്വനിയാണ് ഇസ്ലാമിന്റെ ബലിപെരുന്നാളിന്റെ സുദിനത്തിലെ സ്പെഷ്യൽ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അക്ബറായ ഏറ്റവും വലിയവനായ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാൻ
ബന്ധങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തടസ്സമായിട്ടില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ആദർശം പണയം വെക്കേണ്ടി വന്നിട്ടില്ല. മതത്തെ ലയിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാരെയും കൂടെ കൂടിയാലേ നാട്ടിൽ സാഹോദര്യം ഉണ്ടാവുള്ളൂ, ഐക്യം ഉണ്ടാവുള്ളൂ, എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുള്ളൂ എന്ന മൂഢമായ ധാരണയെ അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തച്ചുടക്കുന്നുണ്ട്. കൂട്ടരെ, അറിയുമോ നിങ്ങൾക്ക്, ബന്ധങ്ങളാ നമുക്ക് പലപ്പോഴും ദീന് പ്രാക്ടീസ് ചെയ്യാൻ തടസ്സമാകുന്നത്. എന്നാൽ മകനെയും ഭാര്യയെയും ആരുമല്ലാത്ത സ്ഥലത്തേക്ക് ഫലസ്തീനിൽ നിന്നും അന്നത്തെ ഹിജാസിലേക്ക്, ഇന്നത്തെ മക്കയിലേക്ക് കൊണ്ടുപോയി ഇടാൻ പറഞ്ഞപ്പോൾ ബന്ധങ്ങൾ വൈകാരിക ബന്ധങ്ങളാണത്. അവിടെ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ബന്ധങ്ങൾ ദീനിന് തടസ്സമായിട്ടില്ല. കൊണ്ടുപോയി കഴുത്തിൽ കത്തിവച്ചറുക്കണമെന്ന് ഇബ്രാഹിം എന്ന വല്ലാത്തൊരു പിതാവിനോട് അള്ളാഹു കൽപ്പിക്കുമ്പോൾ ആ കൽപ്പനയെ തടസ്സപ്പെടുത്താൻ ബന്ധങ്ങൾ കാരണമായിട്ടില്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് കൂട്ടരെ. മാത്രമല്ല, നോക്കൂ നിങ്ങളെ, മതം ലയിപ്പിച്ചിട്ടില്ല. ആ ബഹുമത സമൂഹത്തിൽ ഏക മുസ്ലിം ഇബ്രാഹിം നബിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതും അങ്ങനെ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ബാപ്പ അപ്പുറത്താണ്, കുടുംബം അപ്പുറത്താണ്, ഭരണകൂടം അപ്പുറത്താണ്, നാട്ടുകാർ അപ്പുറത്താണ്. അതെ, കൗമുകൾക്കിടയിലെ ഒരു ഏകനായ തെങ്ങ് വളർന്നു വരുന്നത് പോലെ ആശയം പണവും വെക്കാതെ മറ്റുള്ളവരോട് മാന്യമായി പെരുമാറി പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിച്ച് ആദർശത്തെ ലയിപ്പിക്കാതെ അവിടെ കൂടിയാലേ മഹല്ലിൽ ഉണ്ടാവുള്ളൂ, അതിന് പോയാലേ നാട്ടിൽ അംഗീകാരം ഉണ്ടാവുള്ളൂ, എല്ലാ തോന്നിയാസങ്ങളിൽ കൂടി നിന്നാലേ നാട്ടിൽ ഐക്യം ഉണ്ടാവുള്ളൂ എന്ന മൂഢമായ ആ ഒരു ധാരണയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊളിച്ചെടുക്കുന്നുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, അടുത്തത് നമ്മൾ അറിയേണ്ടത് കുടുംബത്തിനകത്ത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പച്ചയായി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇബ്രാഹിം നബി. ഉപദേശമല്ല, നിർദ്ദേശമല്ല, വർത്തമാനമല്ല, മറിച്ച് അതിനപ്പുറം പ്രവൃത്തിയിലൂടെ ജീവിച്ച് കാണിക്കുകയായിരുന്നു. നോക്കൂ നിങ്ങളെ, എന്റെ ബാപ്പക്ക് ഞങ്ങളെക്കാൾ ഏറ്റവും ഇഷ്ടമുള്ളത് ദീനിനെയും അള്ളാഹുവിനെയുമാണ് എന്ന് ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും അതേ ഇബ്രാഹിം നബി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഹാജറക്കും സാറക്കും ഞങ്ങളെക്കാൾ പ്രിയപ്പെട്ടത് ദീനും അതുപോലെ തന്നെ അള്ളാഹുമാണ് പ്രിയതമനെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടപ്പോഴാ കൂട്ടരെ, ആരുമില്ലാത്ത മണലാരണ്യങ്ങളിൽ വെച്ച് തിരിച്ചു പോരുമ്പോൾ അള്ളാഹു കൽപ്പിച്ചതാണെങ്കിൽ ഇതല്ല യുളയ്യുന, നിങ്ങൾക്ക് പോകാം, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ഹാജറ ബീവിന്റെ നാവിൽ നിന്ന് ലോകം കേട്ടത് എവിടെയാണെന്നോ? പച്ചയായി കുടുംബനാഥൻ, കുടുംബത്തിന്റെ അകത്ത് അല്ലാഹുവാണ് അക്ബർ എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാ കൂട്ടരെ, ഇന്നും ഹജ്ജിന് പോകുന്നവർ സഫാ മർവക്കിടയിൽ നടക്കുന്നതിന്റെ പിന്നാമ്പുറ ചരിത്രം എന്താ? അതെ, അത് റിസൾട്ടായിരുന്നു ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ അകത്ത് മാന്യമായി ജീവിച്ച, ആദർശം കൊണ്ട്, കർമ്മം കൊണ്ട്, സ്വഭാവം കൊണ്ട് പച്ചയായി ജീവിച്ച ഒരു കുടുംബനാഥൻ സൃഷ്ടിച്ചെടുത്ത റിസൾട്ടായിരുന്നു ഹാജറ എന്ന സഫാ മർവക്കിടയിൽ ഓടിയ സംസം എന്ന ഉടലെടുത്ത ലോകത്തിന്റെ പുണ്യജലം. ഇസ്മായിൽ എന്ന വല്ലാത്ത ഒരു കുട്ടിയൊക്കെ എവിടെ നിന്നാ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇഫ്അൽ മാ തുഅ്മർ, പച്ചയായ തന്റെ ചെന്നി ചേർത്തി വെച്ച് അതിലേക്ക് കത്തിവെച്ച് ഞാൻ മരിക്കാൻ, കൊല ചെയ്യപ്പെടാൻ പോകുകയാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും ഇസ്മായിൽ നബി ബാപ്പന്റെ കത്തിക്കു താഴെ കിടന്നു കൊടുത്തതിന്റെ പിന്നാമ്പുറം അതെ പച്ചയായി ജീവിച്ച ഒരു പിതാവ് സൃഷ്ടിച്ചെടുത്ത അതേ റിസൾട്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയാണ് ഇന്നിന്റെ സമൂഹം പലപ്പോഴും കുടുംബത്തിന്റെ അകത്ത് മാതൃകകൾ സൃഷ്ടിക്കാൻ മറന്നു പോകുന്നു എന്ന്. മാസങ്ങൾക്ക് മുമ്പ് 22 വയസ്സുകാരിയായ പെൺകുട്ടിയെയും കൊണ്ട് ബാപ്പയും ഉമ്മയും വന്നിരുന്ന് ബാപ്പ പറഞ്ഞത് എന്താണെന്നോ? 1 വർഷമായി നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകൽ അടുത്ത മാസമാണ്, ഇവൾ പോകുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് സംസാരിച്ച് റെഡിയാക്കണം. ദീർഘമായി 22കാരിയായ പക്വതയുള്ള പെൺകുട്ടി ദീർഘമായി സംസാരിച്ചു. അവള് സംസാരത്തിന്റെ റൂട്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, ബാപ്പ ഉമ്മനെ തല്ലുന്നത് നീ കണ്ടിട്ടുണ്ടോ? അവളൊന്ന് മുഖം താഴ്ത്തിയിരുന്നു. കുറച്ചു കഴിഞ്ഞൊന്ന് മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, യെസ് സർ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എത്ര തവണ? ഒരൊറ്റ തവണ. 22 വയസ്സുകാരിക്ക് 22 കൊല്ലത്തിനിടയ്ക്ക് ബാപ്പ തന്റെ ഉമ്മയുടെ മേൽ വെച്ച കൈയുണ്ടല്ലോ, ആ ഒരൊറ്റ കൈ മാത്രം മതിയായിരുന്നു ബാപ്പനെ ശത്രുപക്ഷത്ത് നിർത്താൻ എന്ന് ആ പെൺകുട്ടിയിൽ നിന്ന്
ജീവിത ചരിത്രം നമുക്ക് ചില പാഠമാകുന്നുണ്ട്. പീജിക്കാരിയായ പെൺകുട്ടി, അതും കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ടും കല്യാണത്തിന് സമ്മതിക്കാതെ അതേ അന്വേഷണത്തിന്റെ അവസാനത്തിൽ അവൾ പറഞ്ഞു വെച്ചൊരു വാചകം എന്താണെന്നോ, ഡിഗ്രിക്ക് എന്റെ കൂടെ വിവാഹിതയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ അവളുടെ ഭർത്താവിന്റെ ഉമ്മയെക്കുറിച്ചുള്ള കഥകൾ എന്നോട് പറയാറുണ്ട്. ആ കഥകളായിരുന്നു കൂട്ടരെ, ആ കഥയിലെ ഭർത്താവിന്റെ ഉമ്മ ഒരു ഭീകര രൂപിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഇനി കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചവൾ പോവുകയാണ്. കുടുംബത്തിനകത്ത് 3 ആൺകുട്ടികളുള്ളിടത്തേക്ക് സുന്ദരമായി ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അവൾ മുഖേന കുടുംബം കുട്ടിച്ചോറായ ചരിത്രം നമ്മുടെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുമ്പോൾ അതേ ദുർഗന്ധം വമിക്കുന്ന ചില ചീഞ്ഞളിഞ്ഞ മണങ്ങൾ നമ്മുടെ വീടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതേ ചില മാതൃകകൾ പെരുന്നാളിന്റെ സുദിനത്തിൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ, ഹാജറ ബീവിയുടെ ജീവിതത്തിൽ, സാറാ ബീവിയുടെ ജീവിതത്തിൽ, ഇസ്ഹാഖ് ഇസ്മായിൽ മക്കളുടെ ജീവിതത്തിൽ നമുക്കുണ്ടെന്ന തിരിച്ചറിവാണ് ഈ പെരുന്നാളിന്റെ സുദിനത്തിന്റെ സന്ദേശമെന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. അല്ലാഹു അക്ബറാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച ആളായിരുന്നു ഇബ്രാഹിം നബി. എന്റെ കുട്ടികളും എന്റെ ഭാര്യയും ഞാനും മതി എന്ന ഒരു ഒറ്റക്കിട്ട് പോകുന്ന രൂപമുണ്ടല്ലോ, ഞാനും എന്റെ കെട്ടിയോളും എന്റെ കുട്ടിയോളും എന്ന ചില ധാരണ ഉണ്ടല്ലോ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലെ ഭൂരിഭാഗം വരുന്ന മെമ്പർമാരും ആ ധാരണക്കാരാണ്. ഞാൻ എന്റെ സ്വന്തം ആരാധനയുമായി എന്റെ കുട്ടികളുടെ കാര്യം നോക്കി, അവരുടെ തീറ്റയും അവരുടെ വിദ്യാഭ്യാസവും നോക്കി ഞാൻ എന്റെ പാട്ടിന് പൊയ്ക്കോളാം എന്ന നിലപാട് സ്വീകരിച്ച ഒരാളായിരുന്നില്ല ഇബ്രാഹിം നബി. അങ്ങനെ അദ്ദേഹം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ചരിത്രം ലോകത്ത് സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു. ഇബ്രാഹിം നബി തീരുമാനിച്ചത് എന്താണെന്നോ, വാപ്പനോട് സംസാരിച്ചു, ഏകനായ റബ്ബിനെ കുറിച്ച് ദഅവത്ത് നടത്തുകയായിരുന്നു. കാരണം ബാപ്പയോട് ഇഷ്ടമാണ്, ബാപ്പക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബാപ്പയോട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളുടെ നിരർത്ഥകത വ്യക്തമാക്കി. ആരാണ് ആസറെന്നോ നാട്ടിലെ പ്രമാണിയാണ്, ബിംബ നിർമ്മാതാവാണ്, ബിംബ ആരാധകനാണ്, ഒരാൾ മുഖത്ത് നോക്കി സംസാരിക്കാത്ത പവറുള്ള നാട്ടിലെ പ്രമാണിയാണ്. തന്നെ വളർത്തിക്കൊണ്ടുവരാൻ സ്വീകരിച്ച ധനസമ്പാദന മാർഗത്തിനെതിരെ എണീറ്റ് നിന്ന് സംസാരിച്ച് യാ അബതി ലാ തഅബുദ്, അതേ നിങ്ങൾ ഈ ബിംബങ്ങളെ ആരാധിക്കരുത് എന്ന് ആവശ്യപ്പെടുമ്പോൾ ആട്ടിപ്പുറത്താക്കുന്ന എന്നേക്കാൾ മുകളിൽ വളർന്നോ നീ എന്ന് ചോദിച്ച് കല്ലെറിഞ്ഞ് ആട്ടിവിടുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന, സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഇബ്രാഹിം നബി സൂര്യനെ ആരാധിക്കുന്ന, ചന്ദ്രനെ ആരാധിക്കുന്ന, നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ ആശയത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ബുദ്ധിപരമായി, ഭൗതികമായി, യുക്തിദീക്ഷയോടുകൂടി, ഹിക്മത്തോടുകൂടി സൂര്യൻ ഉദിക്കുമ്പോൾ അതിലേക്ക് ചൂണ്ടിക്കാണിച്ച് എന്റെ സത്താവാണെന്ന് വാദിക്കുന്നു. അത് അസ്തമിക്കുമ്പോൾ കടന്നു വന്ന് അസ്തമിക്കുന്നത് എങ്ങനെ എന്റെ റബ്ബാവും എന്ന് ചോദിച്ച് മനുഷ്യ മനസ്സുകളിലെ അതേ അവിടെ ചിന്തയെ തൊട്ടുണർത്തുന്നു. അതേ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ രാത്രി കടന്നു വന്ന് എന്റെ സത്താവിത, ലോകത്തിന് വെളിച്ചം പരത്തുന്ന എന്റെ സത്താവെന്ന് പറഞ്ഞ് അത് അസ്തമിക്കുമ്പോൾ കടന്നു വന്ന് അല്ലട്ടോ അസ്തമിക്കുന്നതൊന്നും എന്റെ സത്താവല്ല എന്ന് പറഞ്ഞ് ചെറിയവനെയെല്ലാം നശിപ്പിച്ച് വലിയ ബിംബത്തിന്റെ ഷോൾഡറിൽ അത് കോടാലി തൂക്കിവെച്ച് അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്, വലിയവനായിരിക്കാം അവനോട് നിങ്ങൾ ചോദിച്ചുകൂടെ എന്ന ബുദ്ധിക്ക് വകുപ്പ് നൽകുന്ന ചില ചിന്തകൾ സമ്മാനിക്കുമ്പോഴാണ് ദർബാറിലേക്ക്, നമ്രൂദിന്റെ ദർബാറിലേക്ക് എത്തിപ്പെടുന്നത്. അവൻ ചോദിച്ചു നിന്റെ റബ്ബാരാണെന്ന്, സുന്ദരമായി പരിചയപ്പെടുത്തി കൊടുത്തു. അവനും പറഞ്ഞു ഞാനും ജീവിപ്പിക്കുന്നവനാണ്, ഞാനും മരിപ്പിക്കുന്നവനാണ്. രണ്ടാളെ കൊണ്ടുവന്ന് ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തി മറ്റാളെ ജീവിപ്പിക്കാൻ വിട്ടു. ആ സമയത്ത് ഫ്ലൈറ്റ് മാറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്ത കൊടുത്തു, എങ്കിൽ എന്റെ റബ്ബദ കിഴക്കിൽ നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, നിനക്ക് കഴിവുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു കൊണ്ടുവാടോ. മുട്ടുകുത്തിപ്പോയി. ഫബുഹിത്തൽ കഫർ, ഖുർആൻ അത് അങ്ങനെയാണ് വിശദീകരിച്ചത്. അവൻ മുട്ടുമടക്കിപ്പോയി. അവിടെ ആ കൂട്ടരെ തീക്കുണ്ടാരം ഒരുക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിന്റെ അകത്ത് സ്വന്തം ആരാധനകളും കർമ്മങ്ങളുമായി കെട്ടിയോളും കുട്ടികളുമായി മാത്രം ജീവിച്ചൊരു മനുഷ്യനായിരുന്നില്ല പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലോകത്തിന്റെ മുമ്പിൽ മതത്തെ പ്രചരിപ്പിക്കേണ്ട, തെറ്റുധാരണകൾ നീക്കേണ്ട, ഇസ്ലാമിക് ഫോബിയോകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ട, സമൂഹത്തിൽ അയൽവാസികൾ പോലും ഇസ്ലാമിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ മതത്തെ പരിചയപ്പെടുത്താൻ
ഓരോരുത്തരും എണീറ്റു നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ പൊളിച്ച് അതിന് നേതൃത്വം നൽകിയ കർസേവകൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവൻ ലോക മുസ്ലിങ്ങളുടെ നെഞ്ചകത്തേക്ക് ഒരു ആയുധം എഴുതിവിട്ടിരുന്നു. നമ്മൾ വായിച്ചിട്ടിട്ട് അല്ലേ, എന്തേ എനിക്ക് ഇത്രകാലം എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ മതം പഠിപ്പിച്ചു തരാതിരുന്നത്, മതം പറഞ്ഞു തരാതിരുന്നത് എന്നാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ നാട്ടിലെ ഒരു അമുസ്ലിം സുഹൃത്തും ഉണ്ടാവാൻ പാടില്ല. മതമറിയാത്ത ഒരാളും ദീനറിയാത്ത ഒരാളും മതത്തിന്റെ സുന്ദരമായ മുഖത്തെ പരിചയപ്പെടാതെ ഒരാളും ഉണ്ടായിക്കൂടാ. ഒരു കർസേവകനും ഒരു RSSകാരനും ഒരു ക്രിസ്ത്യാനിയും ഒരു മതമില്ലാത്തവനും ഇസ്ലാം അറിയാതെ നമ്മുടെ നാട്ടിലും ചുറ്റുവട്ടങ്ങളിലും ഉണ്ടായിക്കൂടാ എന്ന തിരിച്ചറിവ് നമുക്കിത് വല്ലാതെ 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 ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം, മുസ്ലിങ്ങളുമായ ബന്ധം കാത്തു സൂക്ഷിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട് വിടുമ്പോൾ പിടിച്ചു നിർത്തിയത് ജൂതനായ മുസ്ലിമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആമാശയത്തിൽ ഉണ്ടായിരുന്ന ഭക്ഷണം ജൂതനായ മുസ്ലിമിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഭക്ഷണമായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഹിജ്റക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വഴി നടത്തിയത് അമുസ്ലിമായ ഒരു മനുഷ്യനായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എല്ലാവരെയും അരികുവൽക്കരിക്കാനും എല്ലാവരെയും വർഗീയമാക്കി ചിത്രീകരിക്കാനും വർഗീകരിക്കാനും ചില അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ ചട്ടുകങ്ങളാകാനല്ല, തെറ്റുദ്ധാരണകൾ നീക്കിക്കൊടുക്കാൻ, ഇടപഴകി ജീവിക്കാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ. എന്തിന് പണ്ഡിതന്മാർ ഉലൂഹിയത്തിന്റെ വിഷയം പറയുമ്പോൾ കൂടുതൽ പറയുന്നത് എന്താണെന്നോ, എല്ലാവരും എടുത്തു പറയുന്നത് ഉലൂഹിയത്തിന്റെ മാംസം അത് കഴിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എത്തിക്കാം, അത് ബന്ധങ്ങൾ സ്ഥാപിക്കലാണ് എന്നാ കൂട്ടരെ. അതുകൊണ്ട് വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ അടിമകളല്ല, അത് കണ്ടറിഞ്ഞ് ഇടപഴകി ജീവിക്കാനുള്ള ആവേശവും ആർജവും സമ്പാദിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന തിരിച്ചറിവുണ്ടാവണം. ഈ തക്ബീറിന്റെ ധ്വനികളാണ് ഹജ്ജിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശുഭ്രവസ്ത്രധാരികളായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ പങ്കെടുത്ത് ഈ തക്ബീർ ധ്വനികൾ ലോകത്തിന്റെ മുമ്പിൽ സമത്വത്തിന്റെ, സമാധാനത്തിന്റെ, മാനവ ഐക്യത്തിന്റെ സന്ദേശം ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലേക്കും സോഷ്യൽ മീഡിയ മുഖേന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. തഖ്വയല്ലാതെ വേറൊരു ഘടകവും ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാക്കുന്നില്ല. കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, പണക്കാരന് പണിക്കാരനേക്കാളോ, ഉടമക്കടിമയേക്കാളോ, പ്രജയ്ക്ക് രാജാവിനേക്കാളോ ഒന്നും കൽപ്പിക്കാത്ത ഒരു മതമാണ് ഇവിടെ. പുരോഗമനത്തിന്റെ നാട്യങ്ങൾ സമ്മാനിക്കുന്ന, പുരോഗമനത്തിന്റെ നാട്യങ്ങൾ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ കൺട്രികളിലേക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെളുത്ത പോലീസുകാരന്റെ മുട്ടിന്റെ താഴെ കിടന്ന് കറുത്ത വർഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് എന്ന മനുഷ്യൻ ഏതാനും മിനിറ്റുകൾ പിടഞ്ഞ് മരിച്ചത് അതേ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ വായിച്ചപ്പോൾ അത് ആദ്യത്തേതല്ല, അത് അവസാനത്തേതുമല്ല, പിന്നെയും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച്, എല്ലാവരും ഒരേ മണ്ണിൽ സുജൂദ് ചെയ്ത്, എല്ലാവരും കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് ഹജ്ജ് നിർവഹിക്കുന്ന സമത്വത്തിന്റെ, ഏകത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഈ സന്ദേശം ഏതൊക്കെ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അപ്പോഴൊക്കെ ഗൂഗിൾ ഇന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്: ഇസ്ലാം ഈസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദി വേൾഡ്. ലോകത്ത് ഏറ്റവും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. അത് ചില കേന്ദ്രങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ഏത് കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. പക്ഷേ കുരിശ് യുദ്ധത്തിന് ശേഷം കുരിശ് യുദ്ധം വായിക്കപ്പെടേണ്ടതാണ്. കുരിശ് യുദ്ധം ക്രൈസ്തവ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മുസ്ലിം സമുദായത്തിന്റെ മുകളിൽ ഒരു നരനായാട്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ട ആ നരനാരായിട്ട് അർബൻ രണ്ടാമൻ, അന്നത്തെ പോപ്പ് അർബൻ രണ്ടാമൻ പ്രഖ്യാപിച്ചത് എത്രത്തോളം എന്നാൽ കേരളത്തിന്റെ ചരിത്രം എഴുതുന്ന, കേരളത്തിന്റെ ചരിത്രത്തെ പറഞ്ഞു വെച്ച സത്യസന്ധന്മാരായ ചരിത്രകാരന്മാർ എഴുതി വെച്ചത് എന്താണെന്നോ, വാസ്കോ ഡ ഗാമ എന്ന അതേ ക്രൈസ്തവ വിശ്വാസി എന്തിനാ കാപ്പാടിറങ്ങിയതെന്ന് ചോദിച്ചാൽ നമ്മൾ അന്തമില്ലാതെ പറയും അദ്ദേഹം കച്ചവടത്തിന് വന്നതാ. അല്ല കൂട്ടരെ, അതിന്റെ പിന്നാമ്പുറങ്ങളിൽ
ആ ഒരു ഓർഡറിന്റെ കുരിശ് യുദ്ധത്തിന്റെ ചില അണുരണനങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. ആ കുരിശ് യുദ്ധം 10,000-കണക്കിന് കബദ്ധങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റേത് സൃഷ്ടിച്ചെടുത്തത്. 40 കിലോമീറ്ററുകൾക്കപ്പുറം മുസ്ലിം മയ്യത്തുകളുടെ ദുർഗന്ധം അടിച്ചിരുന്നു എന്നും മുസ്ലിം ചരിത്രകാരന്മാർ പോലും അത് എഴുതാൻ മടിച്ചു എന്നാണ് ചില ഗ്രന്ഥകാരന്മാർ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത്രയും ക്രൂരമായ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ നടന്ന മുസ്ലിം കൂട്ടക്കുരുതി, അതേ കുരിശ് യുദ്ധം എന്ന് പറഞ്ഞുകൂടാ, കുരിശ് കൂട്ടക്കുരുതിയായിരുന്നു അത്. അതിന് ശേഷം ലോകത്തിന്റെ ശത്രുക്കൾ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. അതെ, ഇത് ഇസ്ലാം മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്തിട്ട് കാര്യമില്ല, മുസ്ലിം സമൂഹത്തിന്റെ വിഭവങ്ങളെ നശിപ്പിച്ചിട്ട് കാര്യമില്ല, മറിച്ച് അവരുടെ ആശയവും ആദർശവും വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ അവർ സ്വീകരിച്ചു പോന്ന ഒരു 3 റൂട്ടുണ്ട് കൂട്ടരെ. ആ റൂട്ട് നമ്മളൊന്നറിയണം. ഒന്നാമത്തെ റൂട്ട് എന്താണെന്ന് വെച്ചാൽ അവർ സ്വീകരിച്ച ഒന്നാമത്തെ റൂട്ട് അതെ എന്നും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വിമർശനങ്ങളും ആരോപണങ്ങളും കള്ളക്കഥകളും സൃഷ്ടിച്ച് ഇസ്ലാമിലേക്ക് നോക്കുന്നത് പോലും, ഇസ്ലാം വായിക്കുന്നത് പോലും, ഒരാൾ മുസ്ലിം ആകുന്നത് പോലും പേടിയോടുകൂടി കാണുന്ന ഇസ്ലാമോഫോബിയ എന്ന ഇസ്ലാം പേടിയെ സൃഷ്ടിച്ചെടുക്കുന്നത് ഈ കുരിശ് യുദ്ധത്തിന് ശേഷമാണ്. കാരണം അതിലേക്ക് അടുത്തുകൂടാ, അത് വായിച്ചുകൂടാ, അത് കേട്ടുകൂടാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഴമക്കാർ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. കേരളത്തിൽ നാട്ടുരാജ്യങ്ങളായിരിക്കുന്ന കാലഘട്ടത്തിൽ സാമൂതിരി രാജാവ് അന്ന് നടത്തുന്ന ഒരു സർക്കുലർ ഉണ്ട്, ഒരു പ്രഖ്യാപനമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിം കുടുംബത്തിന്റെ അകത്തു നിന്നൊക്കെ ഒരു കുഞ്ഞ് മുസ്ലിമായി വളർത്തിക്കൊണ്ടുവരണമെന്നായിരുന്നു. അമുസ്ലിം രക്ഷിതാക്കളോട് സാമൂതിരി രാജാവിന്റെ അനൗൺസ്മെന്റ് എന്താണെന്നോ, അതെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് ഒരു കുട്ടി മുസ്ലിമായി വളർന്നു വരണം, വളർത്തിക്കൊണ്ടുവരണമെന്നായിരുന്നു. അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ അകത്ത് നിന്ന് ഒരു കുട്ടി അല്ല, ഒരു മുതിർന്ന ആള്, ഒരു കുടുംബനാഥൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയുടെ പേര് ഇസ്ലാമോഫോബിയ. ഒരാഴ്ചയായി 2 ആഴ്ചയായി മുസ്ലിം പ്രീണനം എന്ന വാക്ക് പത്രത്താളുകളിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സർക്കാർ മുസ്ലിങ്ങളെ തലോടുന്നു, എല്ലാം കൊടുക്കുന്നു എന്ന് ചില ആളുകൾ പറയുന്നു. അത് പറയുമ്പോഴേക്കും കൊടുത്താൽ എന്താ കൂട്ടരെ, അവകാശികൾ അവർക്ക് നൽകിയാൽ എന്താ, അതൊന്നുമല്ല അതിന്റെ പ്രശ്നം. അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ബാക്കിയുള്ള സമൂഹത്തിന്റെ മനസ്സകങ്ങളിൽ ഇസ്ലാമിക പ്രീണനം എന്ന വാക്ക്, മുസ്ലിം പ്രീണനം എന്ന വാക്കുകൊണ്ട് അവർ സൃഷ്ടിച്ചെടുക്കുന്നത് ഇസ്ലാമോഫോബിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തേത് സമുദായത്തിന്റെ അകത്തേക്ക് അവർ കടന്നു കയറി എന്നുള്ളതാ. സമുദായത്തെ ഭിന്നത സൃഷ്ടിച്ചു. എന്നിട്ടോ വിശ്വാസ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ അബദ്ധ ജടിലമായതിനെ കൊണ്ടെന്ന് കയറ്റി മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തി. അറിയണം, നമ്മൾ ഇസ്സത്ത് നഷ്ടപ്പെടുത്തി. അള്ളാഹു മാത്രമേ ലോകം നിയന്ത്രിക്കുന്നവനുള്ളൂ എന്ന് വിശ്വസിച്ചെടുത്ത് നിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നും ചില ആളുകൾ അതല്ല, മുദബ്ബിറുൽ ആലം, അള്ളാഹു അല്ലാത്തവരുമുണ്ടെന്ന് പറയുമ്പോൾ ആ വിശുദ്ധമായ വിശ്വാസത്തെ അബദ്ധ ജടിലമായതിലേക്ക് കൊണ്ടുപോയി മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തി ചണ്ടികളാക്കാൻ, അതെ, അവർ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക്, വിശ്വാസത്തിലേക്ക്, കർമ്മത്തിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് കൈവച്ചു എന്നതാ. ഈ അവസാന വെള്ളിയാഴ്ച ഹറമിന്റെ മിമ്പറിൽ നിന്ന് കേട്ട ഖുത്ബ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കേട്ടില്ലേ? ഖബറിലുള്ള ആളുകളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അവർക്കല്ല നേർച്ചകൾ അർപ്പിക്കേണ്ടത്, അവരോടൊന്നും ചെയ്യരുതേ എന്ന് മക്കയിലെ ഹറമിലെ മിമ്പറിൽ നിന്ന് ലോക മുസ്ലിങ്ങൾ ഹജ്ജാജിമാരെ പോലും സാക്ഷി നിർത്തി നടത്തിയ പ്രസംഗം നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായങ്ങളും കേൾക്കണം. അവിടെയാണ് ഇസ്സത്ത് നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചതാണ്, എന്തുകൊണ്ട് ബദരീങ്ങളുടെ ആണ്ടിന് അറക്കുന്ന പോത്തിന്റെ എണ്ണം നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഉലൂഹിയത്തിന് അറക്കാനില്ല കൂട്ടരെ? അത് ചില തിരിച്ചറിവ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. എന്താ അതിന് പ്രാധാന്യമില്ലേ? ഇല്ലേ കൂട്ടരെ? പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഉരുവിൽ 7 ഷെയർ കൂടാൻ ആരാ കോർഡിനേറ്റ് ചെയ്യാ? മഹല്ലല്ലാതെ ആ മഹല്ല് അതിനു വേണ്ടി നേതൃത്വം കൊടുക്കാതിരിക്കുമ്പോൾ, എന്നാൽ അതിനേക്കാൾ ഇസ്ലാം അനുവദിക്കാത്ത പലതിനും അറവ് നടത്തുമ്പോൾ എവിടെയാണ് മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിൽ കൈവക്കാൻ ഇസ്ലാമിക ശത്രുക്കൾ വന്നതെന്നും നമ്മുടെ മൂക്കിൻ തുമ്പത്തും അതുണ്ടെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. മൂന്നാമത്തേത് ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്വീകരിച്ച ആദർശം, അവർ സ്വീകരിച്ച റൂട്ട് എന്താണെന്നോ, മുസ്ലിം സമുദായത്തിന്റെ തലച്ചോറുകളെയും മസ്തിഷ്കത്തെയും നശിപ്പിക്കുക എന്നുള്ളതാണ്.
ദേഹേച്ഛയിൽ പിടിച്ചു വെക്കുക. ഞാൻ എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഇത് നമ്മൾ അറിയണം. മുസ്ലിം സമുദായത്തെ ദേഹേച്ഛകളിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരായി ഇസ്ലാമിന്റെ ശത്രുക്കൾ മാറ്റി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണെന്നോ? ക്രിയേറ്റിവിറ്റിയെയും പ്രൊഡക്ടിവിറ്റിയെയും നശിപ്പിച്ച് സമയം നഷ്ടപ്പെടുത്തുന്ന സിനിമകളും സീരിയലുകളും DJ പാർട്ടികളും അതുപോലെ തന്നെ കാർട്ടൂണുകളും ഗെയിമുകളും, ചില ആളുകൾ വണ്ടി അഡിക്ഷനുകളിലും, ചില ആളുകൾ കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രിയലിൽ അടിമകളായി ജീവിക്കുന്നവരും, അതോടൊപ്പം തന്നെ പോൺ ഇൻഡസ്ട്രിയയിൽ അതേ അങ്ങില്ലായ്മ ചെയ്ത ആളുകളായി നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്നും ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കുട്ടി ചുണ്ടെന്ന് ചുവപ്പിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിന്റെ പിന്നിൽ ഇസ്ലാമിനെ പൊളിക്കാനുള്ള ചരിത്രങ്ങളുണ്ട്, അജണ്ടകളുണ്ടെന്ന് തിരിച്ചറിയാതെ അത് വാങ്ങിക്കൊടുക്കുന്ന കുടുംബനാഥന്മാരെ കുറച്ചൊന്ന് വിജ്ഞാനീയമായി ഉയരേണ്ടതുണ്ട്. ഭാര്യ മാറ്റി ഒരുങ്ങി എല്ലാ തോന്നിയാസവും കാണിച്ച് പൊട്ടിയിട്ടിറങ്ങുമ്പോൾ അഭിമാനത്തോടുകൂടി അവളെ പ്രദർശിപ്പിക്കാൻ നടക്കുന്ന ഭർത്താക്കന്മാരെ, അജണ്ടകളുണ്ട് ഇസ്ലാമിനെ പൊളിക്കാൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിനെയും മസ്തിഷ്കത്തെയും ഇല്ലായ്മ ചെയ്യാനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആശയപരമായ സപ്പോർട്ട് ഇന്ന് ലിബറലിസം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആശയപരമായ പിന്തുണ ലിബറലിസം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അറിയുമോ, നിങ്ങളുടെ കുട്ടികൾ പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാതും എനിക്ക് ഇല്ലായ്മ ചെയ്യാം. എന്റെ ബാപ്പ എന്റെ ഉമ്മ ഒരു കാലം കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാ, അവരെ പതുക്കെ നൈസായി ഒഴിവാക്കി. ഒരു പെൺകുട്ടി എനിക്ക് ഗർഭം ചുമക്കുന്നത് വല്ലാത്ത പ്രതിസന്ധിയാ, ഞാൻ എന്തിനാ അത്ര പ്രയാസപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പിന്തുണ നൽകുന്ന അതേ പ്രായോഗികതാവാദം, എനിക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാം എന്ന് പറയുന്ന ചിന്ത ഇന്ന് പുതുതലമുറയുടെ തലക്കകത്തേക്ക് അടിച്ചു കയറ്റുന്നുണ്ടെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതിലൂടെ കടന്ന് സ്വതന്ത്രവാദത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്കൂളിന്റെ ക്യാമ്പസിന്റെ ഗേറ്റും കടന്ന് തലമറക്കാത്ത പ്രായപൂർത്തിയായ നമ്മുടെ വീട്ടിലെ പെൺകുട്ടി കടന്നു വരുമ്പോൾ ചാനൽ ചർച്ചകൻ തന്റെ മൈക്കും കൊണ്ടുപോയി എന്താ നിങ്ങൾ മുസ്ലിമല്ലേ തലയിൽ തട്ടമിടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന ലോകത്തിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ചില സംസാരങ്ങളുണ്ട്. ഞാൻ എന്തിനാ തട്ടമിടുന്നത്, അതെന്റെ സ്വാതന്ത്ര്യത്തിനെതിരല്ലേ, മതവും സൊസൈറ്റിയും എന്റെ പേരൻസും എന്റെ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല, ജീവിതം ഒന്നേയുള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കണം. ഈ സ്വതന്ത്രവാദം നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവസാനം മെറ്റീരിയലിസമാണ് അതിന്റെ മറ്റൊരു സപ്പോർട്ട്. എന്താണത്? കാണാത്ത, കേൾക്കാത്ത, തൊട്ടുനോക്കാത്ത, രുചിച്ചു നോക്കാത്ത, സയൻസ് ലാബിൽ തെളിയിക്കപ്പെടാത്ത ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു ഇല്ല, പടച്ച റബ്ബില്ല, നരകമില്ല, സ്വർഗമില്ല. ഇസ്ലാമിന്റെ അടിത്തറയെ ഇളക്കുന്ന ചില രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടരെ, ഇതിനെ ആശയ പ്രതിരോധം സൃഷ്ടിക്കണം. നമുക്ക് വിജ്ഞാനമായ വിസ്ഫോടനം സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാ സാധിക്കുക? നമ്മളൊക്കെ കുറച്ചൊക്കെ വിവരമുള്ളവരായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ മദ്രസ കുട്ടികൾക്ക് പഠിക്കാൻ, ആ പ്രായത്തുള്ളവർക്ക് നമ്മുടെ മദ്രസ സുന്ദരമായി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് മദ്രസ പഠനം കഴിഞ്ഞ് ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് വിജ്ഞാനം കിട്ടാൻ, അവർ പോകുന്ന ക്യാമ്പസിൽ ആശയ പ്രതിരോധം സൃഷ്ടിക്കാൻ അവരെ ഒരുക്കുന്ന CRE നമ്മുടെ നാട്ടിൽ എല്ലാ ഞായറാഴ്ചയും നടക്കുന്നു. പൊതുജനങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ഖുർആൻ ക്ലാസും മത്തദാറുക്കും എല്ലാം നമ്മുടെ മദ്രസ കേന്ദ്രീകരിച്ച് നടക്കുന്നു. ഒന്നൊന്ന് എത്തി നോക്കിപ്പോവാനും അതിന്ന് വിജ്ഞാനീയങ്ങൾ സമ്പാദിക്കാനും അതല്ലാത്ത കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്വാഭാവികമാണ്, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു 5 മിനിറ്റ് അധികമാകുമെന്നുള്ളത് അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അവസാനിക്കുകയാണ് അല്ലേ? ആഘോഷമാണ്. എപ്പോഴും റസൂലുള്ള പറഞ്ഞു മരണത്തെ ഓർക്കണേ എന്ന്. മരണത്തെ പിടികൂടാൻ വരുന്ന മാലാഖമാർക്ക് പരിസരബോധമില്ല. അവർ നിങ്ങൾ ഏത് പരിസരത്തായിരുന്നാലും ശരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പെരകുടി കഴിഞ്ഞ് അതിൽ താമസിക്കാൻ ദീർഘമായ കാലം കിട്ടാതെ തന്റെ പിഞ്ചോമനയായ പെൺകുട്ടിയുടെ മുഖത്ത് കണ്ട പുഞ്ചിരി ആവോളം ആസ്വദിക്കാൻ കഴിയാതെ നമ്മുടെ കൂട്ടത്തുനിന്ന് പല ആളുകളെയും അതേ പരിസരങ്ങൾ നോക്കാതെ മാലാഖമാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് പെരുന്നാളാണോ, കുട്ടികൾ വലുതായിട്ടില്ലേ, നിങ്ങൾക്ക് കടങ്ങളുണ്ടോ എന്നൊന്നും നോക്കാതെ എടുത്തുകൊണ്ടുപോകുന്നതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ സിറ്റ് ഔട്ടിലെ കട്ടിലിലേക്ക് നമ്മുടെ മയ്യത്ത് വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഒരു ദിനം വരാനുണ്ട്. അതിനപ്പുറം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പടച്ചോനെ വഷളാക്കരുതേ എന്ന് പറഞ്ഞ പരലോകവുമുണ്ട്. തിരിച്ചറിവിന്റെ തീരത്തേക്ക് വിജ്ഞാനീയമായി വളർന്ന്
തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അംബാച്ച എന്ന ആ വലിയ മനുഷ്യന്റെ ഓർമ്മകളില്ലാത്ത ഒരു ബലി പെരുന്നാൾ കടന്നു പോകാൻ പാടില്ല. അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. മൊയ്തുട്ടിച്ചണ്ട്, സൈഫുച്ചണ്ട്, അതുപോലെ തന്നെ സാദിച്ചണ്ട്, കപ്പൽ അബ്ബാസും അതുപോലെ തന്നെ മൂസയും എസ് അബൂബക്കറും ഖാദർ അരമനയും, അങ്ങനെ എന്റെ ഓർമ്മകളിലുള്ളതും അല്ലാഹുവേ ഇതായിരിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സുകളിൽ ചിത്രം വരുന്ന ചില മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ, ആ മനസ്സുകൾക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ്. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ യതീമെന്ന വൈദവ്യമെന്ന വല്ലാത്ത പരീക്ഷണങ്ങൾ അനുഭവിച്ചിരിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നീ കരുത്ത് നൽകണമേ മനസ്സുകൾക്ക് പടച്ച റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ കുട്ടികളിൽ നിന്ന് കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. നാളെ പരലോകത്ത് കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഇസ്ലാമിന്റെ പേരിൽ വല്ലാതെ പ്രതിസന്ധിയിൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സഹോദരങ്ങളെ, ഇന്നത്തെ സ്വതക്കക്ക് വല്ലാത്ത പുണ്യമുണ്ട്. നമ്മുടെ കുട്ടികളിൽ ഒരു 10 രൂപയെങ്കിലും കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ടും അത് ശീലിപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد. السلام عليكم ورحمة الله وبركاته.